കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ തീവ്ര വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന വി.ഡി. സവർക്കറുടെ പേരിലുള്ള വീര സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചത് ദേശീയ തലത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നു. പുരസ്കാര പ്രഖ്യാപനത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നതോടെ തരൂർ പരിപാടിയിൽ നിന്ന് പിന്മാറിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. എങ്കിലും ഈ സംഭവം കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയും തരൂരിന്റെ രാഷ്ട്രീയ നിലപാടുകളും വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള തരൂരിന്റെ നീക്കം പാർട്ടിയെ ഞെട്ടിച്ചുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടിയോട് കൂടിയാലോചിക്കാതെയാണ് തരൂർ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും ഇത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും നേതൃത്വം വിമർശനം ഉന്നയിച്ചു. സവർക്കറെ ചരിത്രപരമായി എതിർക്കുന്ന കോൺഗ്രസിന് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. HRDS ഇന്ത്യ എന്ന സ്ഥാപനമാണ് പുരസ്കാരം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കേണ്ടിയിരുന്നത്. BJP നേതാവ് പങ്കെടുക്കുന്ന ഒരു വേദിയിൽ സംഘപരിവാർ ബന്ധമുള്ള ഒരു സംഘടനയുടെ പുരസ്കാരം കോൺഗ്രസിലെ പ്രമുഖനായ നേതാവ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാകുമെന്നായിരുന്നു പാർട്ടി വിലയിരുത്തൽ. പുരസ്കാരദാന ചടങ്ങിന് തരൂർ എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സംഘാടകർ പ്രതികരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിച്ചു. തരൂർ സ്വയം ഈ തീരുമാനമെടുത്തുവെന്ന് സ്ഥാപിക്കാൻ സംഘാടകരുടെ ഈ പ്രതികരണം കാരണമായി. ഇതോടെ കോൺഗ്രസിനുള്ളിൽ വിമർശനത്തിന്റെ സ്വരം ശക്തമായി. വിമർശനം ശക്തമായതോടെയാണ് ശശി തരൂർ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചത്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്ന വിശദീകരണമാണ് ഓഫീസ് നൽകിയത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ സമ്മർദ്ദമാണ് ഈ പിന്മാറ്റത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിഷയത്തിൽ ശശി തരൂരിന്റെ നേരിട്ടുള്ള പ്രതികരണത്തിനായി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയെങ്കിലും തരൂർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഓഫീസാണ് പാർട്ടിയുടെ കടുത്ത എതിർപ്പിന് വഴങ്ങി നിലപാട് അറിയിച്ചത്. തരൂരിനെതിരെ ഏറ്റവും ശക്തമായി വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. തരൂർ ഈ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിന്റെ രക്തം ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് നിരസിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. RSSുമായി ബന്ധമുള്ള സംഘടനയാണ് HRDS എന്നും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും പരാതികളും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശക്തമായി പുരസ്കാരത്തിനെതിരെ തരൂർ പ്രതികരിക്കണമെന്നും അവാർഡ് സ്വീകരിച്ചാൽ കോൺഗ്രസുകാരുടെ മനസ്സിൽ നിന്ന് തരൂർ എന്നേക്കുമായി പുറത്താക്കുമെന്നതിൽ സംശയമില്ലെന്ന് ഉണ്ണിത്താൻ മുന്നറിയിപ്പ് നൽകി. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ ശശി തരൂരിന് അവശേഷിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള BJPയുടെയും RSSന്റെയും ബോധപൂർവമായ നീക്കമാണെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. ശശി തരൂർ ഈ കെണിയിൽ വീഴരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവാർഡ് സ്വീകരിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് AICC തീരുമാനിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. ഇത് തരൂരിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അതിന് ആക്കം കൂട്ടുന്ന പ്രവൃത്തി കോൺഗ്രസിന്റെ രക്തം സിരകളിൽ ഒഴുകുന്ന ആരും ചെയ്യാൻ പാടില്ല എന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. അവാർഡ് വിവാദത്തിൽ മാത്രമല്ല വിദേശ നയങ്ങളിലെ തരൂരിന്റെ ഇടപെടലുകളെയും ഉണ്ണിത്താൻ വിമർശിച്ചു. തരൂരിനെ പുട്ടിന്റെ അത്താഴ വിരുന്നിൽ ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLAയുടെ പ്രതികരണം താരതമ്യേന മൃദുവായിരുന്നു. പുരസ്കാരം സ്വീകരിക്കണോ എന്നത് തരൂർ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ശശി തരൂർ AICC പ്രവർത്തന സമിതി അംഗമായതിനാൽ ഈ വിഷയത്തിൽ അന്തിമ നിലപാട് പറയേണ്ടത് ദേശീയ നേതൃത്വമായ AICC ആണ് എന്നും അനിൽകുമാർ വ്യക്തമാക്കി. ഇത് തരൂർ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടുന്നതിലുള്ള വൈമുഖ്യം സൂചിപ്പിക്കുന്നു. അതേസമയം രാഷ്ട്രീയ വിഷയങ്ങളിൽ CPMനെതിരെയും അനിൽകുമാർ വിമർശനം ഉന്നയിച്ചു. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ UDFനെ വിമർശിക്കാൻ CPMന് അർഹതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടൂർ പ്രകാശ് വിഷയത്തിൽ KPCC പ്രസിഡന്റ് നിലപാടാണ് പാർട്ടിയിൽ അവസാന വാക്ക് എന്ന് അനിൽകുമാർ വ്യക്തമാക്കി. ഇത് മറ്റു വിഷയങ്ങളിൽ പാർട്ടിയിലുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നേതൃത്വത്തിന്റെ തീരുമാനമാണ് അന്തിമമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കോടതിയെ വിമർശിക്കുന്നവർ പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും പരാജയം പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും വടക്കൻ കേരളത്തിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുവെന്നും AP അനിൽകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പുരസ്കാരം സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും തരൂർ പിന്മാറിയെങ്കിലും ഈ സംഭവം കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ തൽക്കാലം കെട്ടടങ്ങില്ല. തരൂരിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കാൻ ഈ സംഭവം കാരണമായിട്ടുണ്ട്. ഭാവിയിൽ തരൂരിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ പാർട്ടി കൂടുതൽ കർശനമായി നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്.